ഗുരുജനങ്ങൾക്കും ജ്യോതിഷ താന്ത്രിക മാന്ത്രിക ആചാര്യ ഗുരുക്കന്മാർക്കും ബന്ധുമിത്രാദികൾക്കും സുഹൃത്തുക്കൾക്കും എല്ലാ സഹോദരി സഹോദരന്മാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. ശ്രീ മൂകാംബിക അമൃതവൃക്ഷം എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ശ്രീ മൂകാംബിക മഠം അജയ് സുരേന്ദ്രൻ പോറ്റി. ഈ വർഷം 2024 മെയ് മാസം 1-ാം തീയതി, അതായത് 1199 ആണ്ട് മേടമാസം 18-ാം തീയതി വ്യാഴഗ്രഹം മേടൻ രാശി വിട്ട് ഇടവൻ രാശിയിലേക്ക് ഗോചരം ചെയ്യുന്നൊരു സമയമാണ്. ഈ സമയം മുതൽ ഒരു വർഷക്കാലത്തേക്ക് ധനുക്കൂറുകാർക്ക് എന്താണ് ഫലം എന്ന് നമുക്കൊന്ന് നോക്കാം. അതിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും അതിൻ്റെ നോട്ടിഫിക്കേഷൻ ബട്ടണായ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുകയും സുഹൃത്തുക്കൾക്കും ബന്ധുമിത്രാദികൾക്കും ഉപകാരപ്പെടുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്യുന്നതും നല്ലതാണ്. അതുപോലെ തന്നെ ഒരു ലൈക്ക് ചെയ്യേണ്ടതാണ്. മൂലവും പൂരാടവും ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽപാദവും ചേർന്ന ധനുക്കൂറുകാർക്ക് അവരുടെ 6-ാം ഭാവത്തിലേക്കാണ് വ്യാഴഗ്രഹം സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്തൊക്കെ സുഖ സൗകര്യങ്ങളുണ്ടെന്ന് പറഞ്ഞാലും, ധനമുണ്ടെന്ന് പറഞ്ഞാലും, സമ്പത്തുണ്ടെന്ന് പറഞ്ഞാലും, ജോലി ഉണ്ടെന്ന് പറഞ്ഞാലും, എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാലും ഏതൊരുവിധ സുഖങ്ങളും അനുഭവിക്കാൻ യോഗമുള്ളൊരു സമയമല്ല ഇത്. എല്ലാ കാര്യത്തിനും ഒരു തടസ്സവും ബന്ധനവും ഒക്കെ ഉണ്ടാകും. മറ്റൊരു കാര്യം പറഞ്ഞെന്നാൽ ശത്രുക്കളെ കൊണ്ടുള്ള ഉപദ്രവങ്ങളൊക്കെ മാറും എന്നുള്ള ഒരു മനസ്സമാധാനം ഉണ്ട്. മാത്രവുമല്ല, നമ്മളിലേക്ക് ഉണ്ടാകുന്ന ശത്രുക്കളെ നിഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ പലതരത്തിലുള്ള മാന്ത്രിക കർമ്മങ്ങളിലൊക്കെ പോയി ഏർപ്പെടാനും സാധ്യതയുള്ളൊരു സമയമാണ്. അത് ഈ വ്യാഴഗ്രഹത്തിൻ്റെ ഒരു ഗ്രഹചാര മാറ്റം കൊണ്ട് ഉണ്ടാകുന്ന ഒരു ഫലമാണിത്. പൊതുവായിട്ടുള്ളൊരു ഫലവും കൂടിയാണ്. മാത്രമല്ല, ജാതകവശാലൊക്കെ നമുക്ക് നല്ല സമയമൊക്കെ ആണെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല. ജാതകവശാൽ മോശമായ അവസ്ഥയും കൂടിയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ വലിയൊരു പ്രശ്നമായി തന്നെ മാറാവുന്നതാണ്. എല്ലാ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞു വെച്ച് തന്നെ ഒന്ന് നല്ല രീതിയിൽ പെരുമാറുക എന്നുള്ളതാണ്. ഇപ്പം തൊഴിൽ സ്ഥലങ്ങളിൽ ഉന്നതരായിട്ടിരിക്കുന്ന വ്യക്തികളായിരിക്കും എങ്കിൽ തന്നെയും നമുക്കൊരു അലസത ഉണ്ടാവുകയും മടിയുണ്ടാകുകയും മറ്റുള്ളവരുടെ മുന്നിൽ ചെറുതായി പോകും എന്നുള്ളൊരു തോന്നലുണ്ടാവുകയൊക്കെ ചെയ്യുന്നൊരു സമയവും, എല്ലാ കാര്യത്തിനും ഒരു ബലഹീനത ഉണ്ടാകുകയും ഒക്കെ ചെയ്യുന്നൊരു സമയമാണ്. വ്യാഴം 6-ൽ നിൽക്കുന്നതും അതുകൊണ്ട് തന്നെ വേറെ വലിയ ദോഷങ്ങളോ മറ്റു കാര്യങ്ങളോ ഉണ്ടാകുമെന്നുള്ള ഭയമോ ഒന്നും വേണ്ടിയതില്ല. എന്നിരുന്നാലും വ്യാഴപ്രീതിയൊക്കെ വരുത്തുന്നതിന് വേണ്ടിയിട്ട് ശ്രീ മഹാവിഷ്ണു ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് വ്യാഴാഴ്ച ദിവസങ്ങളിലൊക്കെ പോയി വിഷ്ണു ക്ഷേത്രങ്ങളിലൊക്കെ വ്യാഴാഴ്ച ദിവസങ്ങളിലൊക്കെ ചെന്ന് ഭഗവാന് തുളസിഹാരം ചാർത്തിക്കുന്നതും പാൽപ്പായസ നിവേദ്യം നൽകുന്നതും സൂക്തങ്ങൾ കൊണ്ടുള്ള അർച്ചനകൾ, ഭഗവാന്റെ ഇഷ്ടസൂക്തമായിരുന്നാലും പുരുഷ സൂക്തമോ ഭാഗ്യസൂക്തമോ ഇങ്ങനെയൊക്കെയുള്ള അർച്ചനകളൊക്കെ ചെയ്യുന്നതും നല്ലതാണ്. ആ കർമ്മപുഷ്ടിയൊക്കെ ഉണ്ടാകുന്നതിന് ഏറ്റവും നല്ലതാണ് പുരുഷ സൂക്ത പുഷ്പാഞ്ജലി. അതൊക്കെ നടത്തി പ്രാർത്ഥിക്കുന്നതൊക്കെ വളരെ നല്ലതാണ്. ഏതായാലും എന്തൊക്കെ സമ്പത്ത് നമുക്കുണ്ടായാലും അതൊക്കെ ഒരു നേരെ വണ്ണം അതൊക്കെ ഒന്ന് കള്ളന്മാരെ കൊണ്ടുള്ള ഉപദ്രവങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ വളരെ നഷ്ടങ്ങളോ മറ്റു കാര്യങ്ങളോ ഉണ്ടാകുവാനും സാധ്യതയില്ല. ശത്രുക്കളെ കൊണ്ടാണെങ്കിലും വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകാതെ ഇരിക്കുവാനും സാധ്യതയുള്ളൊരു സമയമാണ്. എന്നിരുന്നാലും ഓരോ വർഷക്കാലം ഈ ഗ്രഹങ്ങളൊക്കെ മാറുന്നതനുസരിച്ച് ഓരോ ഫലങ്ങളൊക്കെ ഉണ്ടാകും. പ്രത്യേകിച്ച് വ്യാഴം ഒരു വർഷം ഒരു രാശിയിൽ നിൽക്കുന്ന സമയമാണ്. വർഷം തോറും മാറുകയും ചെയ്യും. അപ്പം അതനുസരിച്ച് ഉള്ള ഓരോ പൊതുവായിട്ടുള്ളൊരു ഫലവും കൂടിയാണിത്. അതെല്ലാം തന്നെ കറക്റ്റായിട്ട് പോകണമെന്നും ഇല്ല. കാരണം ജാതകവശാൽ ദശാകാലങ്ങളൊക്കെ നല്ലതാണെന്നുണ്ടെങ്കിൽ വളരെ നല്ല ഫലങ്ങളൊക്കെ ഉണ്ടാകും. ചെറിയ ചെറിയ ശാരീരികമായിട്ടുള്ള ബലഹീനതകളൊക്കെ ഉണ്ടാകും, മടിയുണ്ടാകും. ജോലിക്കൊക്കെ പോകുന്നതിന് വേണ്ടിയിട്ട് ഒരു മടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. എന്നിരുന്നാലും നമ്മുടെ ജാതകവശാലൊക്കെ വളരെ നല്ലതാണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ലാതെ പോകും. ജാതകവശാലും മോശം അവസ്ഥയാണെന്നുണ്ടെങ്കിൽ അതും കൂടെ നമ്മൾ
ഒരു പരിഹാരമായിട്ട് കണ്ട് ആ പരിഹാരവും കൂടെ നമ്മൾ ചെയ്യേണ്ടുന്നതാണ്. എങ്കിൽ മാത്രമേ എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവുകയുള്ളൂ. എന്തായാലും മൂലവും പൂരാടവും ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽപാദവും ചേർന്ന ധനുക്കൂറുകാർക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ആരോഗ്യവും സമ്പൽ സമൃദ്ധിയും ഒക്കെ ഈ ഒരു വർഷം ഉണ്ടാകട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.